എനിക്ക് എനിക്ക് കേരള പോലീസിനെയും ഇവിടുത്തെ ലോയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഫസ്റ്റ്. പിന്നെ ഈ കേസ് കള്ളക്കേസാണ്. ഞാൻ ആരെയും റേപ്പ് ചെയ്തില്ല. കാരണം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമാവാറ്. എനിക്കൊരു കുട്ടിയായിട്ട് ഞാൻ മാന്യമായിട്ട് ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു. ഞാൻ സ്ത്രീകളെ വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറ്റവും എല്ലാം ഞാൻ വളരെ കെയർഫുള്ളാണ്. എന്റെ പേരിൽ ഇതുപോലെ തന്നെ ഒരു പരാതി വന്നാണ്. അപ്പൊ എന്റെ പേരിൽ ഇത് സ്ഥാപിക്കുന്ന പരാതിയാണ് ഒരു കള്ളക്കേസ്. അത് ഇതിന് പിന്നിൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് കുറച്ച് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞാൻ ഒരു ഇത് സെക്ഷനിങ് ഉണ്ട്. എനിക്ക് ഓൾറെഡി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പോ ഈ പറഞ്ഞ എന്റെ പേരിൽ കേസ് കൊടുത്തു എന്ന് പറയുന്ന ആള് എന്റെ ഫാമിലിയുടെ അത്ര ബന്ധമുള്ള ആളാണ്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അറിയുന്ന എന്റെ വൈഫിനെയും ഉമ്മാനെ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങി അത് തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി ഇവരുടെ പേര് കേസ് കൊടുത്ത ശേഷം ഷിയാസ് കരീം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തനിക്കെതിരെ കള്ളക്കേസാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു വായ്പയ്ക്ക് വേണ്ടി. അത് തിരിച്ച് ചോദിച്ച സമയത്താണ് ഇതേ കണക്ക് തനിക്കെതിരെ പരാതിയുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇവരെ ഞങ്ങളുടെ കുടുംബത്തിന് നല്ലോണം അറിയാവുന്നതാണ്. പിന്നെ ഇത് കുറേയധികം പേരും രാഷ്ട്രീയപരമായിട്ട് എനിക്കെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കിയ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അത് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി തെറ്റൊന്നും ഇപ്പം പറയാറായിട്ടില്ല. അതെന്തായാലും അവസാനം മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഷിയാസ് പറഞ്ഞത് ഷിയാസിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതാണ്.